ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നോമ്പെല്ലാം ആയില്ലേ? അപ്പോൾ എല്ലാവരും സ്നാക്കെല്ലാം സെർച്ച് ചെയ്യുന്നതായിരിക്കും അല്ലേ? വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു വെറൈറ്റി ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതാ ദിവസം ഉണ്ടാക്കുന്ന കുറച്ച് സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞാനിതാ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി. നമ്മുടെ ചെറിയ വെർമിസെല്ലിയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാണ് ഐറ്റം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ 2 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഒന്ന് ചെറുതായി കട്ട് ചെയ്യാം. നല്ല പഴുത്തതാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് നല്ലത്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതാ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പഴം ഉണ്ടല്ലോ, അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മളിതാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അത് ഇതിലേക്ക് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു ഏലക്കപ്പൊടി നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അതും ഇട്ട് നന്നായി ഇളക്കി ആ ഒരു പഞ്ചസാര ഏലക്കയൊക്കെ നന്നായി മിക്സായി ഈ ഒരു പഴത്തിൽ ഇന്ന് പിടിച്ചിടിക്കണം. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ഇതാ 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റിയേക്കാം. നമ്മൾ ഫില്ലിംഗ് ആണ് ഇട്ടത്, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ മുട്ടയാണ് ആവശ്യം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ മൈദയും ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദ കൊടുക്കണം. പിന്നെ 1/2 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കേണ്ട ഉപ്പ്. ഇതൊരു മധുരത്തിൻ്റെ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായി അടിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലോട്ട് നമ്മൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളെ ബാറ്ററിന് ഇതിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഒരു ദോശ പോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ലെയർ ആക്കിയെടുക്കാം. ഇനി അതിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മൾ ഈ ഒരു പഴം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. നേന്ത്രപ്പഴം നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ദോശയുമായിട്ട് നല്ലോണം ഒട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ അതിങ്ങനെ വിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല പഴുത്ത പഴമാണ് കേട്ടോ ഇതിന് നല്ലത്. ഇനി അതൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ദോശൻ്റെ മുകളിൽ കൂടിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലും ഒരു ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇത് തീരുന്നത് വരെ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ലെയർ ആക്കണ്ട, ഒരു 4 ലെയറൊക്കെ നമുക്ക് ഇതിലേക്ക് ആക്കിയെടുക്കാം. കൂടുതൽ ലെയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചിക്കൻ്റെ മസാലയൊക്കെ ചേർക്കാറുണ്ട്. ബീഫ് സ്നാക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമുക്കിത് വെറൈറ്റി ആയിട്ട് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ ഈ ഒരു ഐറ്റം കൊണ്ട് തന്നെ. അപ്പോൾ ഇത് എല്ലാ ഭാഗവും ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ പീസാക്കിയിട്ട് കിട്ടും. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോമ്പ് കാലത്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നത് ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പഴം വെച്ചിട്ട് ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ഇതുപോലെ പഴം കൊണ്ട് ഒരുപാട് സ്നാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ട്, കണ്ടു നോക്ക്. അപ്പോൾ നോമ്പ് കാലത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുമായിട്ട് ഇനിയും വരാം. ഞാൻ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.